ഓം ശാന്തി. നമുക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഓം ശാന്തി. ശ്രദ്ധ പൂർണ്ണമായും ശാരീരിക അവയവങ്ങളിൽ നിന്നെല്ലാം പതുക്കെ പതുക്കെ പിൻവലിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരാം. മനസ്സ് ഒരു കടൽ പോലെ ചിന്തകളുടെ തിരമാലകളാൽ പ്രക്ഷുബ്ധമാണ്. എങ്കിലും മനസ്സിൻ്റെ ആഴങ്ങളിൽ ആഴക്കടൽ പരിപൂർണമായും ശാന്തമാണ്. അന്തരാത്മാവിലേക്ക് നമുക്ക് ഒരു തീർത്ഥാടനം ചെയ്യാം. ആരാണ് ഞാൻ? കണ്ണാടിയിൽ കാണുന്ന ഈ ദേഹമാണോ? ദേഹം ദഹിക്കുന്നതാണ്. ഞാൻ അനശ്വരമായ ആത്മചൈതന്യമാണ്. ശ്രദ്ധ ദേഹത്തിൽ നിന്ന് ദേഹിയിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് കേന്ദ്രീകരിക്കാം. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ നെറ്റിത്തടത്തിലേക്ക് നെറ്റിത്തടത്തിനുള്ളിൽ ശിരോമധ്യഭാഗത്ത് ദീപം പോലെ വിളങ്ങുന്ന ചിത് ആനന്ദസ്വരൂപമാണ് ഞാൻ. ഞാനാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് നിത്യം. ദേഹം നശ്വരമാണ്. ദേഹിയായ ഞാൻ അവിനാശിയായ ആത്മീയ ഊർജ കണികയാണ്. കണ്ണുകളിലൂടെ കാണുന്നത്
ഞാനാണ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ആരാണ് ഞാൻ? ആത്മസത്ത. കാതിലൂടെ കേൾക്കുന്നതും ഞാൻ തന്നെയാണ്. ആരാണ് കേൾക്കുന്നത്? ആത്മീയ ഊർജ കണികയായ ഞാൻ. തലച്ചോറിനുള്ളിൽ നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന ഞാൻ. അശരീരിയാണ് ഞാൻ. ശരീരമല്ല, എന്നാൽ ഞാൻ ശരീരത്തിലാണ് ഇരിക്കുന്നത്. ശരീരമാകുന്ന രാജ്യത്തിൻ്റെ രാജാവാണ് ഞാൻ. എനിക്കിപ്പോൾ എൻ്റെ ശിരസ് മുതൽ പാദം വരെ മനസ്സാകുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. യശാദിപാദം ദർശിക്കാനാകുന്നു. ആരാണ് കാണുന്നത്? മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഈ കസേരയിലിരിക്കുന്ന എൻ്റെ തന്നെ ദേഹത്തെ ഞാൻ കാണുകയാണ്. ഞാൻ ദേഹത്തിൽ നിന്ന് തികച്ചും വേറിട്ട ദേഹി. ആത്മീയ കരണ്ട് ദിവ്യമായ ഊർജമാണ്. ഡിവൈൻ എനർജി, പോയിന്റ് ഓഫ് ലൈറ്റ്. വജ്രം പോലെ തിളങ്ങുന്ന നക്ഷത്ര സമാനം അതിസൂക്ഷ്മമായ ദിവ്യ പ്രകാശ കണികയാണ് ഞാൻ. ശിരസിനുള്ളിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ദേഹമാകുന്ന ഈ വാഹനത്തെ നിയന്ത്രിക്കുന്ന സാരഥിയാണ് ഞാൻ. ചിന്തിക്കുന്നത് ഞാനാണ്. ചിന്തകൾ നടക്കുമ്പോൾ എൻ്റെ പേരാണ് മനസ്സ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. നിർണയശക്തിയുടെ പേരാണ് ബുദ്ധി. ശരീരമാകുന്ന ഈ രാജ്യത്തിലെ
കർമ്മേന്ദ്രിയങ്ങളാകുന്ന ജോലിക്കാരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും കർമ്മഫലമായ സുഖവും ദുഃഖവും അനുഭവിക്കുന്നതും ഞാൻ തന്നെയാണ്. എല്ലാ ഫീലിങ്സും എനിക്കാണ്. ആത്മാവായ ഞാനാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ അവിനാശിയാണ്, അനശ്വരനാണ്, അമരനാണ്. എനിക്ക് മരണമില്ല. ദേഹമാകുന്ന ഒരു വസ്ത്രം കളഞ്ഞ് അടുത്ത ശരീരമാകുന്ന വസ്ത്രത്തിലേക്ക് പോകുന്നത് ഞാനാണ്. മരിക്കുന്നത് ദേഹം മാത്രമാണ്. എനിക്ക് മരണമില്ല. എൻ്റെ ആരും തന്നെ മരിച്ചിട്ടുമില്ല. ആരെല്ലാം പോയിട്ടുണ്ടോ അവരെല്ലാം ജനിച്ചിട്ടുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദേഹമാകുന്ന വസ്ത്രം മാറി പുതിയ വസ്ത്രം, പുതിയ സ്ഥലം, പുതിയ വീട്, മറ്റൊരച്ഛനമ്മ. വീടൊന്നു മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ദേഹമാകുന്ന വസ്ത്രം മാറല് മാത്രമാണ് മരണം. ഞാൻ ആത്മസ്വരൂപം സദോഹോ ഗുണിയാണ്. ശാന്തമായ വെളിച്ചമാണ് ഞാൻ. ശാന്തിയുടെ പ്രകാശപ്രകമ്പനങ്ങളാണ് എന്നിൽ നിന്ന് പരന്ന് ദേഹമാകുന്ന സർവ കർമ്മേന്ദ്രിയങ്ങളിലേക്ക് മുഴുകുന്ന ഊർജം, ആത്മീയ ഊർജം, ശാന്തിയുടെ ശക്തിയാണ്. സ്നേഹത്തിൻ്റെ, ആത്മീയ സ്നേഹത്തിൻ്റെ ദീപമാണ് ഞാൻ. ശുദ്ധിയുടെ, പരിശുദ്ധിയുടെ പ്രകാശം പരത്തുന്ന സത്തയാണ് ഞാൻ. സന്തോഷത്തിൻ്റെ പ്രഭ ചൊരിയുന്ന പ്രകാശബിന്ദു കണികയാണ് ഞാൻ.
ശക്തികളുടെ കരണ്ടൊഴുക്കുന്ന ആത്മീയ ശക്തിയാണ് ഞാൻ. ആറ്റത്തെക്കാളും കരുത്തുള്ള അതിസൂക്ഷ്മമായ ബിന്ദുരൂപമാണ് ഞാൻ. അറിവിൻ്റെ വെളിച്ചമാണ് ഞാൻ. തിരിച്ചറിവിൻ്റെ പ്രകാശമാണ് ഞാൻ. ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായ സുഖം എൻ്റെ മനസ്സിപ്പോൾ അനുഭവിക്കുന്നത് ആത്മീയമായ സുഖമാണ്. സുഖസ്വരൂപമാണ്. അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുകയാണ് എൻ്റെ മനസ്സ്. ഈ അതീന്ദ്രിയമായ ആത്മസുഖം സർവാത്മാക്കൾക്ക് ലഭിക്കട്ടെ. സർവരും സർവദുഃഖങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി.
ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് കേട്ടതെന്ന് ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും? ഓരോ പോയിന്റ് ഷെയർ ചെയ്യാമോ? പോയതിനു ശേഷം തിങ്ക് ചെയ്തു കേട്ടതിനെക്കുറിച്ച്. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയോ? ട്രൈ ചെയ്തു? എന്തൊക്കെയാണ് ഇന്നലെ കേട്ടെ? ഇന്നലെ വരാതെ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാം ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് അവർക്ക് എല്ലാ പോയിന്റും കിട്ടുകയും ചെയ്യും. ഒരു പോയിന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ എല്ലാവരും? ഇന്നലെ നമ്മൾ എന്താ കേട്ടത്? നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ജന്മങ്ങളുമായി കണക്റ്റഡ് ആണ്. ബാങ്ക് ബാലൻസ് ബാങ്കിലൊക്കെ എങ്ങനെയല്ലേ, എന്താണോ ഈ മാസത്തെ ബാലൻസ്, വീട്ടുകളിലായാലും ഈ മാസത്തെ ബാലൻസ് എന്താണോ അതാണ് അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറുക. അപ്പം അതേപോലെ അത് വെച്ച് നമ്മൾ ചിലവാക്കുക. പിന്നെ പ്ലസ് എന്ത് സമ്പാദിക്കുന്നു അതും ആഡ് ചെയ്യും. അതേപോലെ ജീവിത യാത്ര. പിന്നെ നമ്മൾ എന്തൊക്കെ കേട്ടു വരെ? ഇന്നലെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഈ ശരീരം ഒരു വാഹനം മാത്രമാണ്. അദ്ദേഹമാകുന്ന ഈ വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ആത്മാവ്. അപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയ വെറും സ്കെൽട്ടണാണ്. സോ ഇന്നലെ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, താങ്കൾ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആത്മാവും ഇതെൻ്റെ ശരീരം. ഇത്രയും വ്യത്യാസമുണ്ട്. രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ രണ്ട് വാക്കുകൾ തമ്മിൽ. പക്ഷെ നമ്മൾ ഞാൻ എന്ന് പറഞ്ഞാലും എൻ്റെ എന്ന് പറഞ്ഞാലും എല്ലാം ഫുൾ ഡേ നമുക്ക് ഈ ഒരു കോൺഷ്യസ് ബോഡി കോൺഷ്യസ് ലിവിങ് ആണ്. പക്ഷേ ഇത്രയും അന്തരമുണ്ട്. ഒന്ന് ഊർജമാണ്, മറ്റൊന്ന് മാറ്ററാണ്. ഒന്ന് എനർജി, നശിക്കാത്ത ഊർജമാണ് ഞാൻ, നശിക്കുന്നതാണ് എൻ്റെ ശരീരം അല്ലേ. ആത്മാവിന് മരണമില്ല, ശരീരം മരിക്കും. ശരീരത്തിന് വളർച്ചയുണ്ട്, ആത്മാവിന് വളർച്ചയില്ല. ആത്മാവ് ഒരു പോയിന്റ് ഓഫ് എനർജിയാണ്. ഊർജത്തെ നിർമ്മിക്കാനും നശിപ്പിക്കാനും കഴിയില്ല. അപ്പം ഞാൻ ഈ അനശ്വര ഊർജമാണെന്നും. അടുത്ത എന്താ വ്യത്യാസം? ദേഹം 5 തത്വം കൊണ്ട് നിർമ്മിച്ചതാ. ആത്മാവ് സതോ ഗുണിയാണ്. 7 ഗുണങ്ങൾ. ഈ 7 ഗുണങ്ങളാണ്, ഈ ഗുണങ്ങളുടെ പ്രകാശം, ഈ ലൈറ്റ് ചേരുന്നതാണ് ഞാൻ. സോ ഞാൻ എന്ന് പറഞ്ഞാൽ സുഖമാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ ശാന്തിയാണ്, ശക്തിയാണ്, അറിവാണ്, ആനന്ദമാണ്, പരിശുദ്ധിയാണ്. അപ്പം എനിക്ക് ജീവിതയാത്രയിൽ നമ്മളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണോ തേടുന്നത്, എന്ത് തേടിയാണോ നമ്മൾ ഓടുന്നത്, അത് തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ശബരിമലയിൽ എന്തെഴുതി വെച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ തത്വമസി, തത്വം അസി. നീ എന്ത് തേടുന്നു അത് നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെന്താ തേടണേ അല്ലേ? സുഖത്തിനായി, ശാന്തിക്കായി, സന്തോഷത്തിനായിട്ടുള്ള ഓട്ടാണ്. അപ്പം ഭഗവാൻ എന്താ പറയണേ? നീ എന്ത് തേടിയാണോ എൻ്റെ അടുത്ത് വന്നത് അതെല്ലാം എവിടെയുണ്ട്? നിന്നിൽ തന്നെയുണ്ട്. പക്ഷെ നീ നിന്നെ തിരിച്ചറിയണം. നീ ദേഹമാണെന്ന് കറുത്ത മുണ്ടിൻ്റെ ഉള്ളിലാണിപ്പോൾ. ഇതാണ് കറുപ്പ്. ഈ കണ്ണടഞ്ഞു കിടക്കാണ്. അജ്ഞാന അന്ധകാരമാണ്, അജ്ഞതയാണ് ഇരുട്ട്, അജ്ഞതയുടെ കറുപ്പാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അജ്ഞത കാരണം എന്തുകൂടി കൂടിച്ചേർന്നു? ധാരാളം മാലിന്യങ്ങൾ, അഴുക്കുകൾ. ആ കറുപ്പ് കൊണ്ട് ഈ 3-ാം കണ്ണ് അടഞ്ഞു കിടക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കണേ? തത്വം അസി. അപ്പം ഇന്നലെ മുതൽ മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയല്ലേ. അപ്പം ഭഗവാൻ നമ്മളെ കറുത്തവരിൽ നിന്ന് വെളുത്തവരാക്കുക. കാരണം ഇപ്പം സമയമാണ് നമുക്ക് തിരിച്ച് വെളിച്ചത്തിലേക്ക് വരാൻ. അപ്പം ഇന്നലെ നമ്മുടെ ഈ 3-ാം കണ്ണ് തുറന്ന് ആ വെളിച്ചം, അജ്ഞതയുടെ, എന്തായിരുന്നു അജ്ഞത? ഞാൻ എന്ന് പറഞ്ഞാൽ ദേഹമാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, ഹിന്ദുവാണ്, മുസൽമാനാണ്, പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, ടീച്ചറാണ്, അല്ല അഡ്വക്കേറ്റാണ്. ഇത് എൻ്റെ റോളുകളാണ്. ഞാൻ സോളാണ്. ഈ ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് ഇപ്പം നോക്കൂ, ഇപ്പം ഞാൻ എൻ്റെ മകൾക്ക് മുന്നിൽ അമ്മയാണ്, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് മുന്നിലോ മകളാണ്. അപ്പം ഞാൻ അമ്മയാണോ മോളാണോ? ഇനി അത് രണ്ടുമാണോ? ഇനി അത് മാത്രമല്ല, സഹോദരൻ്റെ മുന്നിൽ സഹോദരി അല്ലേ, എൻ്റെ പേരക്കുട്ടിക്ക് മുന്നിൽ മുത്തശ്ശി. ഇനി എൻ്റെ ജോലി അധ്യാപികയാണെങ്കിൽ ഞാൻ അവിടെ
ടീച്ചർ. ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരി മാത്രമാണ്. കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു കസ്റ്റമർ മാത്രമാണ്, അല്ലേ? അപ്പോൾ ഈ റോളുകളെല്ലാം മകളുടെയും അമ്മയുടെയും ഭാര്യയുടെയും പെങ്ങളുടെയും മുത്തശ്ശിയുടെയും അമ്മായിയമ്മയുടെയും എന്തൊക്കെ റോളുകളാണോ, ഇതുപോലെ പുരുഷ ശരീരത്തിലിരുന്നാണെങ്കിൽ മകനും, അല്ലേ, മരുമകനും അച്ഛനും മോനും സഹോദരനും ഭർത്താവും മുത്തശ്ശനും എന്ത് റോളുകളാണോ നമ്മളെല്ലാവരും രാവിലെ മുതൽ അഭിനയിക്കണേ, ഇതെല്ലാം കേവലം നമ്മുടെ റോള് മാത്രമാണ്. പക്ഷെ അഭിനേതാവരാണ് ഞാൻ, സോൾ. ഇത് അഭിനേതാവ്. ഇപ്പോൾ ഒരു നടൻ നോക്കൂ, മോഹൻലാലാകട്ടെ മമ്മൂട്ടിയാകട്ടെ, ഒരു നടൻ ഒരു നാടകത്തിൽ സിനിമയിൽ നടിക്കുമ്പോൾ പോലീസുകാരൻ, പട്ടാളക്കാരൻ, ജഡ്ജി, മന്ത്രി. പക്ഷെ അത് കേവലം ഷൂട്ടിംഗ് സമയത്ത് മാത്രമേ ഉള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയാലോ എന്തൊക്കെ വേഷമിട്ട് അഭിനയിച്ചോ വേഷമൊക്കെ കഴിച്ച് അവിടെ വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോണേ. അതേപോലെ നമ്മളും എല്ലാവരും ഈ ഭൂമുഖത്തേക്ക് വന്നപ്പോൾ, വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ആത്മസ്വരൂപങ്ങളായി വന്നവരാണ്. ഇവിടെ വന്ന് അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ദേഹമാകുന്ന ഈ വണ്ടി കിട്ടി. ഈ വണ്ടിക്കുള്ളിലിരുന്ന് എന്ത് ചെയ്യാണ്? നമ്മൾ നമുക്ക് കിട്ടിയ എല്ലാ വേഷങ്ങളും അഭിനയിക്കാം. പക്ഷെ കിട്ടിയ എല്ലാ വേഷങ്ങളും രാവിലെ മുതൽ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ അമ്മയുടെ റോള്, ഇങ്ങോട്ട് നിൽക്കുമ്പോൾ മകളുടെ റോള്, ഇങ്ങോട്ട് തിരിയുമ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ റോള്. അപ്പം എൻ്റെ ഓരോ റോളും ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്നാലും നമ്മൾ അതാണ് പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്, സോൾ കോൺഷ്യസ് ലിവിങ്. ആത്മബോധത്തിലാണ് നമ്മൾ ഈ വസ്ത്രം ഉപയോഗിച്ച് പാർട്ട് അഭിനയിക്കുന്നതെങ്കിൽ ഓരോ റോളും ബെസ്റ്റായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിലോ, ഞാൻ അമ്മയാണെന്ന കോൺഷ്യസിലാണ് ജീവിക്കണമെങ്കിൽ അതിൽ ഞാൻ എൻ്റെ ആംഗിൾ ഡൗൺ, കെട്ടപ്പെട്ട ജീവിതമായിരിക്കും. പിന്നെ അമ്മയുടെ ഫീലിങ്ങുകൾ മാത്രമാണ്. മോളെന്തെങ്കിലും പറഞ്ഞാൽ, മരുമോളെന്തെങ്കിലും പറഞ്ഞാൽ, അല്ല അയ്യോ എന്നെ പറഞ്ഞില്ലേ, എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ എത്ര കാലം വളർത്തിയതാ, അനേക വിഷയങ്ങൾ വരും. ഇപ്പം സന്തോഷം തരുന്ന കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പം നോക്കൂ, ഒരു കുട്ടി തന്നെ, നമ്മുടെ മക്കൾ ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛൻ എന്തു പറയും? എൻ്റെ കുട്ടിയല്ലേ അങ്ങനെ. അല്ലെ അമ്മ എന്തു പറയും? നിങ്ങളുടെ മോനല്ലേ. അതങ്ങനെ ആയിപ്പോയെ. കുട്ടി നല്ലത് ചെയ്തു, നല്ല മാർക്ക് വാങ്ങി, അല്ലെ റാങ്ക് വാങ്ങി, നല്ല ജോലി ചെയ്യാൻ കിട്ടിയ ഉടനെ എന്തു പറയും? എൻ്റെ മോനായതുകൊണ്ടാണ്. അപ്പം നല്ലതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നമ്മൾ എടുക്കും, കെട്ടതിൻ്റെയൊക്കെ എന്തുകൊണ്ടെന്നല്ലേ, നമ്മുടെ ഈ ബോഡി കോൺഷ്യസ് ലിവിങ് കാരണം ദേഹമാണെന്ന ബോധമാണ് നമ്മളെ ഇത്തരത്തിൽ ആക്കി തീർത്തിരിക്കണേ. എല്ലാ നമ്മൾ ബാഡ് ഫീലിങ്ങുകൾക്കും അടിമയാക്കുന്നത്, നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരീരബോധമാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അസൂയ, ആലസ്യം, അല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ പവർ ഏതാണ്? എനർജി ഏതാണ്? ഈ 7 ഗുണങ്ങളുടെ ലൈറ്റാണ് ആത്മാവിലുള്ളത്. ഈ ലൈറ്റിൻ്റെ എനർജി, ഈ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പം നമ്മൾ ഏതാ ഉപയോഗിക്കണേ? അല്ലെ, സ്നേഹത്തിൻ്റെ പേരിപ്പോൾ കാമമാണ്. ശാന്തി മാറിയിട്ടെല്ലാം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ക്രോധം കൊണ്ടാണ്. വൈഭവങ്ങൾ ധാരാളം നമുക്ക് ഈ നാടകശാലയിൽ നാടകം കളിക്കാൻ നിറയെ സെറ്റപ്പ് വേണമല്ലോ. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ വെളിച്ചം തരുന്നുണ്ട്, അല്ല അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ശബ്ദിക്കുന്നുണ്ട്, നമുക്ക് വീട് വേണം, സാധനം എന്തെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കണേ, സ്ഥലം, ഭൂമി, വീട്, കാറ്, നിറയെ രംഗ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഈ ശരീരവും ഈ നാടകശാലയിൽ നമുക്ക് കിട്ടിയ ഒരു സാധനമാണ്, ഈ വണ്ടിയും, അല്ലേ? അപ്പം ഈ വണ്ടി ഉൾപ്പെടെ നമുക്കിവിടെ എന്തൊക്കെ രംഗ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഡ്രൈവർ ഇതെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹമാണെങ്കിൽ മണ്ണിലേക്ക് പോയത്, പിന്നെ റീയൂസ് പോലും ഇല്ല, റീയൂസ് ചെയ്യാൻ പോലും പറ്റില്ല. പല സാധനങ്ങളും നമ്മൾ റീയൂസ് ചെയ്യും, പക്ഷേ ഇതിന് അതുപോലും ഇല്ല, അല്ലേ? ഇത് മണ്ണിൽ വളമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്തെല്ലാം രംഗ സംവിധാനങ്ങൾ ഇവിടെയുണ്ടോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ആർക്ക് പോകും? അടുത്ത നോമിനിക്ക്, അവകാശിക്ക് അത് പോകും, അല്ലേ? ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് അതാണ്. ഈ ഡ്രൈവർ ഇത് ഇറങ്ങുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് എന്താ? ഡ്രൈവർ ആ കർമ്മവും കർമ്മഫലവും, പ്ലസ്സും മൈനസും. അതാണ് തീർത്ഥയാത്ര. നമ്മുടെ ജീവിതയാത്രയാണ് തീർത്ഥാടനമായി കാണിച്ചിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകരൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് പോണേ? ഇരുമുടി കെട്ടും എന്തിയിട്ടാണ് പോണേ. അപ്പം നമ്മുടെ ഇരുമുടിക്കെട്ട് എന്താ?
തീർത്ഥാടനത്തിന് ശബരിമല പോകുന്നവർ മാത്രമല്ല, നമ്മളെല്ലാവരും, വീട്ടിലിരിക്കുന്ന എല്ലാവരും, ഒരു കൊച്ചുകുട്ടി മുതൽ മരണം കത്ത് ബെഡിൽ കിടക്കുന്നത് വരെ നമ്മുടെ എല്ലാവരുടെയും ത്രൂ ഔട്ട്, ജനനം മുതൽ മരണം വരെയുള്ള യാത്ര, ഓരോ യാത്രയിലും ഓരോ ജന്മത്തിലും നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ യാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും ശിരസിൽ എന്തുണ്ട്? ഇരുമുടി കെട്ടുണ്ട്. അപ്പം രാവിലെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അതെല്ലാം എന്താണ്? കെട്ടെന്നറിയാൻ. അപ്പോൾ നമുക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ, ഒരു നല്ല അമ്മ, നല്ല അച്ഛൻ, നല്ല ആരോഗ്യം, സദ്ബുദ്ധി, അല്ലെ, സമ്പത്ത്, എല്ലാം നല്ലത്, നല്ല ഭാര്യ, നല്ല കുട്ടി, എല്ലാം നല്ലത്, നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, എല്ലാം നല്ലതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നല്ലതെന്ന് ആഗ്രഹിച്ചാൽ മാത്രം കിട്ടുന്ന സാധനമല്ല. പിന്നെന്ത് വേണം? അർഹതയുള്ളതേ കിട്ടുള്ളൂ. കൊടുത്തതേ കിട്ടും, വിതച്ചതേ പോയി. അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പ്രസൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വിതയാണ്. ഈ പ്രസൻറ്റിൽ വിതയ്ക്കുന്നതാണ് ഫ്യൂച്ചറിൽ കൊയ്യുക. പ്രസൻറ്റിൽ വിതയ്ക്കുന്നത് ഫ്യൂച്ചറിൽ കൊയ്യുകയും ചെയ്യും. ഫ്യൂച്ചറിൽ നാളെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇന്നലെ ഏതാണ്? എൻ്റെ ഇന്നലകളെക്കുറിച്ച് ഓർമ്മിച്ച്, അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ, ചെയ്തു പോയല്ലോ, എനിക്ക് സംഭവിച്ചു പോയല്ലോ, വന്നു പോയല്ലോ, എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നാലും ഞാൻ എങ്ങനെ ഈ വീട്ടിൽ വന്നു, എനിക്കിങ്ങനെ ഒരു ഭാര്യ എന്താ, ഭർത്താവ് എന്താ കാരണം? ഇന്ന് ഞാൻ വിതയ്ക്കുന്നതാണ് നാളെ എനിക്ക് എന്തായി മാറണേ? ഇന്നലെയായി മാറണേ. അപ്പം എൻ്റെ ഇന്നലകളെ എല്ലാം ആര് വിതച്ചത് തന്നെയാണ്? ഞാൻ. അതാണ് ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്യൂച്ചർ നന്നാക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാലമാണല്ലോ, ഒന്ന് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ പാസ്റ്റിനെ കുറിച്ചും ഒരു റിസർച്ചിൽ പറയുകയുണ്ടായി, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ 85% സമയം പാസ്റ്റിലാണ് ജീവിക്കണം. ഒരു ദിവസത്തിൽ 85% ഇന്നലകളിലാണ് ജീവിക്കണം. പറഞ്ഞത്, ചെയ്തത്, സംഭവിച്ചത് അത് തന്നെ ഓർമ്മിച്ചും റിപ്പീറ്റ് ചെയ്തും മറ്റുള്ളവരെ കേൾപ്പിച്ചും അല്ലെ ചിന്തിച്ചും 85% സമയം ഒരു ദിവസത്തിൻ്റെ വർത്തമാനത്തിൻ്റെ ഇന്നിൻ്റെ 85% വേസ്റ്റ് ആക്കാണ്. ബാക്കി ആകെയുള്ളത് എത്ര? 15 ഇന്ന് ജീവിക്കുന്ന. ആ 15-ൽ 10% ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, വ്യാകുലത, എന്താകും, നാളെ എന്താകും, എനിക്കെന്താകും, എൻ്റെ കുടുംബത്തിന് എന്താകും. ബാക്കി 5% പ്രസൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ പ്രസൻറ്റ് ഈസ് എ പ്രസൻറ്റ് എന്ന് പറയുക, അതൊരു ഗിഫ്റ്റാണ്. ഇന്നാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ്, സമ്മാനം. ഇതൊരു ഗിഫ്റ്റാണ്, ലിഫ്റ്റാണ്. ഈ ഇന്നിനെ ഞാൻ 100% ഉപയോഗിച്ചാലേ എനിക്ക് ലിഫ്റ്റ് പോലെ മേലേക്ക് ഉയരാൻ പറ്റും. ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവും. സോ പ്രോഗ്രസീവായിട്ടുള്ളൊരു ചാർട്ട് നമുക്കുണ്ടാകണമെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസത്തിൽ 100% ഇന്നുകളിൽ ജീവിക്കും. കാരണം ഇന്നാണ് കെട്ടുനിറ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിതയ്ക്കാണ്. സോ ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കണം. അപ്പോൾ എന്താണ് സ്പിരിച്വൽ സ്റ്റഡിയുടെ ആവശ്യം? എന്താണ് ആധ്യാത്മികത, സത്സംഗത്തിൻ്റെ ആവശ്യം? നമുക്ക് ഇന്നുകളിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നലകളും നാളെകളെയും നമ്മൾ ഇന്നുകളിൽ ഇരുന്നുകൊണ്ട് ഇന്നലകളെയും നാളെകളെയും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പൂർവികർ നമ്മളോട് എന്താ പറഞ്ഞിരുന്നത്? സത്സംഗം നിത്യേന. ഇപ്പം 2 ദിവസത്തെ ക്യാമ്പുണ്ടെന്ന് കേട്ടു, നിങ്ങളെല്ലാം ഓടി വന്നു. അപ്പം ഈ 2 ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷനും നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പുസ്തകം എടുത്ത് വായിക്കുന്നതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഫോണിൽ കേൾക്കുന്നതോ അതും ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷെ അത് അല്പസമയത്തേക്ക്, ടെമ്പററി. പക്ഷെ സദാകാലത്തേക്കൊരു ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചും ഉണ്ടാവും അതിലൂടെ, കുറച്ച് സമയത്തേക്ക്. പക്ഷെ ഒരു പരിവർത്തനം, ഒന്നുകൊണ്ട് ചേഞ്ച്, മറ്റൊന്ന് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് മുതൽ ചെയ്യണം, ഇന്ന് മുതൽ ഞാൻ നടക്കാൻ പോകും, ഇന്ന് മുതൽ ഞാൻ പ്രാക്ടീസ് ഇന്ന കാര്യം ചെയ്യും. നമ്മൾ പറയില്ലേ, അല്പസമയത്തേക്ക് ടെമ്പററി ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ സദാകാലത്തേക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ, മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ സദാകാലത്തേക്കുണ്ടാകുന്ന മാറ്റത്തിനെ പരിവർത്തനം എന്നാ പറയാ. പുഴു പൂമ്പാറ്റയാകും പോലെ. പിന്നെ പൂമ്പാറ്റ തിരിച്ചു യാത്ര ചെയ്യില്ലല്ലോ പുഴുവിലേക്ക്. പുഴു എന്താകും? പൂമ്പാറ്റയായിട്ട് മാറും. അപ്പോൾ അതേപോലെ നമുക്ക് ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരണോ ആ പരിവർത്തനത്തിനാണ് എന്ത് സഹായിക്കണേ?
ട്രാൻസ്ഫോർമേഷനാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കും. അത് നമുക്ക് നിത്യേന വേണ്ടതാ. ഒരു ദിവസം അല്ലേ 1 മണിക്കൂറെങ്കിലും നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കണം? സ്പിരിച്വൽ സ്റ്റഡി ആൻഡ് മെഡിറ്റേഷൻ. കാരണം ജ്ഞാനവും യോഗവും ഈ 2 മാർഗ്ഗം, ഇതൊരു ചൂള പോലെ. ജ്ഞാനയോഗത്തിൻ്റെ ചൂളയിൽ മാത്രമേ ഈ മണ്ണ് ബോധം, ഇപ്പം കാരണം നമ്മൾ ഈ പച്ച മണ്ണിൻ്റെ ബോധത്തിലായിരിക്കണം. ഈ പച്ച മണ്ണിൻ്റെ ദുർഗന്ധമാണ്. രാവിലെ മുതൽ നമ്മൾ കളിക്കുന്നത് ഈ മണ്ണിലാണ്, മണ്ണ് ബോധത്തിലാണ്. നമുക്ക് ഈ മണ്ണാണെന്ന ബോധമാണ്. കാണുന്നവരെയും ദേഹമാകുന്ന മണ്ണായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്ത്രീബോധം, പുരുഷബോധം, ആൺകണ്ണ്, പെൺകണ്ണ്. അപ്പോൾ കാമത്തിൻ്റെ ആ ഒരു പാമ്പ്, ക്രോധത്തിൻ്റെ അടുത്ത പാമ്പ്, സാധനങ്ങളോടുള്ള നമ്മുടെ ആസക്തി, കൂട്ടി വെക്കാനുള്ള നമ്മുടെ അത്യാഗ്രഹം. ഇന്നിപ്പം നമ്മൾ നോക്കും, നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം നോക്കിക്കോളൂ, നമുക്ക് ആവശ്യത്തിന് മാത്രമാണോ? എത്ര ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹം, പിന്നെ അത്യാഗ്രഹം, ആർത്തി, അത്യാർത്തി, അതിൻ്റെ പിന്നാലെയുള്ള, പിന്നെ അത് വെട്ടിപ്പിടിക്കാനുള്ള അക്രാന്തം, അക്രമം, അനീതി. ഇതിൻ്റെ ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ? അടുത്ത പാമ്പാണത്, ആസക്തിയുടെ പാമ്പ്. ഒന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുക, നമുക്ക് അനാസക്ത ഭാവത്തിൽ ഉപയോഗിക്കാം, ആസക്തിയോടുകൂടി ഉപയോഗിക്കാം. നമുക്ക് പണം വേണ്ടേ ചോദിച്ചാൽ വേണം, തീർച്ചയായും ജീവിക്കാൻ വേണം. ജീവിക്കാനേ പണം വേണ്ടൂ, ജീവിതം പണത്തിന് വേണ്ടിയല്ല. 2 രണ്ടാണ്. നമുക്ക് പണം ചെലവാക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം, പിന്നെ ആസക്തികൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം, അനാസക്ത ഭാവത്തോടെയും ഉപയോഗിക്കാം. ഇതെല്ലാം തമ്മിൽ അന്തരം ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ കാരണമായി മാറുന്നത്. അതുകൊണ്ട് ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കുന്നത് ആരുടെയും കൂടെ ഇടപഴകണ്ട, ആരും വേണ്ട, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, വീട് വിട്ട് ഓടിപ്പോവല്ല. ആധ്യാത്മികത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഏകദേശം ഒരു 30 വർഷം കൊണ്ട് സിസ്റ്റർ ഈ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് സിസ്റ്റർക്ക് മനസ്സിലായത് അതാണ്, നമുക്ക് കുടുംബത്തിലിരുന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട്, കാരണം ഞാൻ ഈ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തെ വരുമായിരുന്നു, ക്ലാസ് കേൾക്കുമായിരുന്നു, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എൻ്റെ കോളേജ് ലൈഫിൽ തന്നെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ, ഒരു അമ്മയ്ക്കൊരു നല്ല അമ്മയാകാൻ, ഒരു ഭാര്യയ്ക്കൊരു നല്ല ഭാര്യയാകാൻ, ഒരു ഓഫീസർക്കൊരു നല്ല ഓഫീസറാകാൻ. ഇന്ന് നമ്മുടെ ഈ ഭാരത രാജ്യത്തിൻ്റെ സർവോന്നത പദവിയിലിരിക്കുന്ന നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുജി ഡെയിലി രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും, ബ്രഹ്മകുമാരീസിൻ്റെ ഡെയിലി നിത്യ സത്സംഗം കേൾക്കുകയും ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും രാഷ്ട്രപതി ഭവനത്തിനുള്ളിലിരുന്നുകൊണ്ട് ഡെയിലി പ്രാക്ടീസ്, ഒരു ദിവസം പോലും മിസ് ചെയ്യാറില്ല. ഒരു ദിവസം സ്പിരിച്വൽ സ്റ്റഡി മിസ് ചെയ്യില്ല, മെഡിറ്റേഷൻ മിസ് ചെയ്യാറില്ല. അവർക്ക് എന്താ സമയം എക്സ്ട്രാ ഉണ്ടായിട്ടാണോ? രാഷ്ട്രപതിയാണ്, ചുമ്മാ ഇരിക്കുക, എങ്ങനെ സമയം കിട്ടണു? എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ മൂല്യം മനസ്സിലായി, വർഷങ്ങളായിട്ട് മനസ്സിലാക്കിയ ആളാണ്. മനസ്സിലാക്കിയതിന് ശേഷമാണ് ആള് ഗവർണറായതും രാഷ്ട്രപതിയായതും എല്ലാം. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? മൂല്യം മനസ്സിലാക്കിയ ഒരു സാധനം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറ്റി. പ്രയോറിറ്റി ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് നമ്മൾ സമയം കണ്ടെത്തുക തന്നെ. അതുകൊണ്ടല്ലേ നിങ്ങളും സമയം, ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഇതിനു വേണ്ടി 2 മണിക്കൂർ മാറ്റിവെച്ചു? മൂല്യം മനസ്സിലായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അപ്പം അതാണ് ഇന്നലെ നമ്മൾ തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും. നമ്മൾ ആത്മാവാകുന്ന ഈ ചൈതന്യം, ഇതൊരു ദീപം, ഈ ദീപത്തിന് വേണ്ടുന്ന എണ്ണയാണ് ഇത് സത്സംഗം, ജ്ഞാനമാകുന്ന എണ്ണ പകർന്നു കൊടുക്കുക. മെഡിറ്റേഷൻ, യോഗം മനസ്സിൻ്റെ എക്സർസൈസാണ്. ശരീരത്തിന് വ്യായാമം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് സിസ്റ്റർ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ മനസ്സിന് വേണ്ടുന്ന എക്സർസൈസാണ് ഇത് ധ്യാനം. അപ്പോൾ ജ്ഞാനമാകുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക, ധ്യാനം മെഡിറ്റേഷൻ ആകുന്ന എക്സർസൈസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ. എന്തിനെ അതിജീവിക്കാൻ? ഇരുട്ടിനെ അതിജീവിക്കാൻ. ഏതിരുട്ട്?
ദുഃഖം, അശാന്തി, ടെൻഷൻ, അല്ലെ, ദുർവികാരം, ദുശീലം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കി ഇരുട്ടിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് ഈ ദീപം കെടാതിരിക്കണമെങ്കിൽ, കാരണം പല കൊടുങ്കാറ്റുകളും വന്നുകൊണ്ടിരിക്കുക ദീപത്തെ അണയ്ക്കാൻ, കെടുത്താൻ, ദീപത്തിൻ്റെ വെളിച്ചത്തെ കുറയ്ക്കാൻ, ബൾബിനെ ഡിമ്മാക്കാൻ, അനേക വിഷയങ്ങൾ ചെറുതും വലുതുമായത് നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ബന്ധങ്ങളിൽ നിന്നും പുറത്തുനിന്നും അകത്തുനിന്നും നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന, നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഈ ഡ്രൈവർ സഞ്ചരിക്കുന്നത് ജന്മജന്മാന്തര സമ്പാദ്യത്തിൻ്റെ ഇരുമുടിക്കെട്ട് മേന്തിയിട്ട്. അപ്പം നമ്മുടെ തന്നെ പഴയ കർമ്മങ്ങളുടെ ഭാണ്ഡക്കെട്ട് മേന്തിയിട്ടാണ് നമ്മുടെ സഞ്ചാരം. പലപ്പോഴും നമ്മുടെ മൂഡ് ഓഫിന് വേറെ ഒരു കാരണവും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ, ഷോ എന്താണെന്നറിയില്ല, ആകെ ഒരു മൂഡ് ഓഫ്, ഒരു കാരണവുമില്ല, ബാക്കിയെല്ലാം സുഖമായിട്ട് പോകണം. നല്ലൊരാൾ വന്നപ്പം പറഞ്ഞാൽ അതാണ് സിസ്റ്റർ, എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല, നോക്കിക്കഴിഞ്ഞാൽ വെൽ ഓഫ് ലൈഫാണ്, നല്ല ഹസ്ബൻഡ്, നല്ല എല്ലാം നിറവുണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല, എൻ്റെ ഉള്ളിൽ എനിക്ക് പൊള്ളയായിട്ട് ഫീൽ ചെയ്യുക, എനിക്കിരുട്ടാണ്, ഞാൻ ഡിസ്റ്റർബ്ഡാണ്. എന്താ കാര്യം? അകത്ത് കാലിയായിരിക്കുക. എവിടെ? ദീപം അല്ലേ കെട്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാകേണ്ട നിറവ് ഏതാണ്? ഈ സദോ ഗുണങ്ങളുടെ സമ്പാദ്യം, ധനമാണ് നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സന്തോഷമായിട്ടിരിക്കുള്ളൂ. ഈ അകത്തെ വെളിച്ചം കുറയുമ്പോഴാണ് നമുക്കുള്ളിൽ എന്തോ പോയി, എന്തോ നഷ്ടപ്പെട്ടു, എന്തോ ഇല്ല, എന്താ ഇല്ലാത്തതെന്ന് സ്വയം അറിയണ പോലും ഇല്ല, എനിക്ക് എന്താ പോയിരിക്കണം, എനിക്ക് എന്താ വേണ്ടത് അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് തിരിച്ചറിയണം? ഞാനൊരു ആത്മചൈതന്യമാണെന്ന് തിരിച്ചറിവ് വരുമ്പോൾ, ഞാൻ ശാന്തി നിറഞ്ഞ ഒരാത്മാവാണ്, സ്നേഹം നിറഞ്ഞ ഒരാത്മാവാണ്, സുഖം നിറഞ്ഞ ഒരാത്മാവാണ്, ശുദ്ധി നിറഞ്ഞ ഒരാത്മാവാണ്, ശക്തി നിറഞ്ഞ ഒരാത്മാവാണ്, ഞാൻ ആനന്ദ സ്വരൂപമാണ്. അപ്പം നമ്മൾ നമ്മുടെ ഈ സദോ ഗുണങ്ങളുടെ വെളിച്ചത്തെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആ നിറവ് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ബാറ്ററിയുടെ തിളക്കം, വെളിച്ചം കൂടും. അങ്ങനെ സ്മരിച്ച് നമ്മുടെ വെളിച്ചം കൂടുമ്പോൾ, കറണ്ട് നിറയുമ്പോൾ നമുക്ക് ശക്തി തിരിച്ചു വരും, സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അപ്പം അങ്ങനെ സന്തോഷം നിറഞ്ഞ ശക്തിശാലിയായ ഒരു ബൾബായി, ബാറ്ററി ആയിട്ട് മാറിയാലേ നമുക്ക് ഈ ബാറ്ററി കൊണ്ട് ഈ വണ്ടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചാർജുള്ള ബാറ്ററി വെച്ച് നമ്മൾ ഓടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ഡേ ഈ വണ്ടി സ്മൂത്തായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിനാണ് ഇന്നലെ മുതൽ നമ്മൾ സത്സംഗത്തിനോടൊപ്പം മെഡിറ്റേഷനോടൊപ്പം ക്ലാസ്സും രണ്ടും ഒരുമിച്ച് പോകണം. ഇത് കാരണം ഒരു ചൂള പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. നമുക്കൊരു പാകപ്പെട്ട ഇഷ്ടികയായിട്ട് മാറണമെങ്കിൽ ജ്ഞാന യോഗത്തിൻ്റെ ചൂളയിലൂടെ നമുക്ക് കടന്നു പോകണം. അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ഒരു പരിപക്വമായ വ്യക്തിത്വമായി മാറണത്.